നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ടെൻഷൻ +2 സേ കുട്ടികൾ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാ മെസ്സേജിലും വായിക്കാൻ ആദ്യമേ ഞാൻ പറയുന്നു, നമ്മുടെ ഓൺലൈൻ സേന് ചേരാൻ വേണ്ടി ആയിരക്കണക്കിന് മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾ മെസ്സേജിന് തിരിച്ച് റിപ്ലൈ ചെയ്യാത്തതിന് ക്ഷമിക്കുക. കാരണം തിരിച്ച് ഓർഡർ റിപ്ലൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. എല്ലാവർക്കും റിപ്ലൈ കിട്ടും, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. അതിനകത്ത് നിങ്ങൾ ആദ്യമേ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്കെല്ലാം മെസ്സേജ് ഇടാം. അന്നേരം നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ടെൻഷൻ ഉണ്ടോ എന്നുള്ളതാണ് +2 സേ. കാരണം പല കുട്ടികളും ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് മടുത്തു, 5 വിഷയങ്ങൾ പോയി, 4 വിഷയങ്ങൾ പോയി, 2 വിഷയങ്ങൾ കൂടുതൽ പോയിട്ടുള്ള കുട്ടികളായിരിക്കും കൂടുതലും, പരാജയപ്പെട്ട കുട്ടികളായിരിക്കും കൂടുതലും, ഞങ്ങൾക്ക് വയ്യ എന്നൊക്കെ പറയുമ്പം നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ +2 ഉഴപ്പിയത് കൊണ്ടാണ്, നമ്മൾ അങ്ങനെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ജെന്യുവിനായിട്ടുള്ള കാര്യം പറയുന്നത്, +2 ഉഴപ്പിയത് കൊണ്ടാണ് നമുക്ക് ഈ കുറഞ്ഞ മാർക്ക് കിട്ടിയത്. അന്നേരം ഇപ്പം നമുക്ക് ചിലപ്പം ഒരുപാട് സുഹൃത്തുക്കൾ കുറഞ്ഞു കാണും. ഈ പറഞ്ഞ പോലെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ കുറയത്തില്ല. പിന്നെ അച്ഛനമ്മമാരാണെങ്കിലും വിഷമത്തിലായി കാണും. ഇതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ, ഇതിനെ നമുക്ക് മറികടക്കാൻ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന്, നല്ല രീതിയിൽ 1 മാസത്തോളം ഉണ്ട് നമുക്ക് പഠിക്കാൻ. ജൂൺ 12-ാം തീയതിയാണ് സേ എക്സാം. അത്യാവശ്യം നല്ല സമയം. ഞാൻ എപ്പോഴും പറയും, നമുക്കൊക്കെ ഒരു സ്റ്റഡി ചലഞ്ചുണ്ട്. സ്റ്റഡി ടൈം ടേബിൾ വെച്ച് നിങ്ങളൊരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ 5 വിഷയങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചു തീർക്കാം. അതായത് നിങ്ങളുടെ മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കണം. എനിക്കിത് പഠിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നിറയാൻ, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല, നീ തോറ്റുപോയവൻ, നീ ജയിക്കത്തില്ല എന്ന് പറയുന്നിടത്ത് ഗംഭീര വിജയം കാണിക്കുന്ന കുട്ടികളാണ് യഥാർത്ഥ ഹീറോ എന്ന് വിശ്വസിക്കുന്ന ഒരു മാഷുകളാണ് ഞാൻ. എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ രീതിയിൽ നിന്ന് വേണം നിങ്ങൾ എടുക്കുക. നമ്മൾ ജയിച്ചിരിക്കും. അതിനൊരു 1 മാസം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ജൂണിൽ 12-ാം തീയതി പരീക്ഷ, ജൂൺ 20-ാം തീയതി തീരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് റിസൾട്ട് വരുന്നു. അതിന് വലിയ റിസൾട്ട് വരാൻ വലിയ താമസമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങളുടെ റെഗുലർ ബാച്ചിൻ്റെ കൂട്ടാണ് സർട്ടിഫിക്കറ്റ് എല്ലാം. പിന്നെ നമുക്ക് ഒന്ന് ഇടറിപ്പോയി, കാലിടറി വരെ കൈ പിടിച്ച് കയറ്റാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനുണ്ട്. കാരണം എപ്പോഴും ജയിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും എല്ലാവരും, തോൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആരും കാണത്തില്ല, ഏത് രീതിയിലായാലും. അന്നേരം ഇവിടെ ഉറപ്പായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് വർഷങ്ങളായിട്ടും ഗംഭീര വിജയമാകുന്നതുകൊണ്ട് നമുക്കും ആ കോൺഫിഡൻസ് വളരെ കൂടുതലാണ്. കാരണം പറയുന്ന ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതേ വരത്തുള്ളൂ. അത് നിങ്ങൾ ഒരുപാട് മണിക്കൂറുകൾ കണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്കത് ആ പരിമിതമായ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുത്ത് നമുക്ക് ഗംഭീര വിജയം നേടുകയും ചെയ്യും. അന്നേരം നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് വിജയിക്കണം എന്നുള്ള 100% വാശി. അത് ഒരു ദിവസം പോലും, പരീക്ഷ തീരുന്ന ഒരു ദിവസം പോലും നമുക്കത് കുറയാൻ പാടില്ല. അതിങ്ങനെ കത്തിച്ചിരിക്കുക. നമ്മൾ ഈ KGF സിനിമയൊക്കെ കാണുമ്പം നമുക്ക് ഇങ്ങനെ ജിൽ 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സത് പാകപ്പെടുത്തണം. ഇനി നമ്മൾ തോക്കാൻ പാടില്ല. ഇനി ഒരിടത്തും നമ്മൾ തോക്കാൻ പാടില്ല. ഇതൊരു ചാൻസാണ്. ഈ ചാൻസിനെ ഞങ്ങൾ അങ്ങനെയാണല്ലോ വലിയ വലിയ ആൾക്കാർ പലപ്പോഴും ക്ലാസ്സുകളിലൊക്കെ ചിലപ്പോൾ തോറ്റേക്കുന്നവരായിരിക്കും വലിയ ആൾക്കാരായി മാറിയ പല പ്രശസ്തരായിട്ടുള്ളവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളും അങ്ങനെ ആകും എന്നങ്ങ് വിചാരിച്ചോളൂ, ഉറപ്പിച്ചോളൂ. അന്നേരം നമുക്കൊരു ചെറിയൊരു കാലിടറി, പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ പറന്നുയരുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളുക. ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര സബ്ജക്റ്റ് പോയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ റിവിഷൻസ് ആയത് എല്ലാ കാര്യങ്ങളും ഉറപ്പായിട്ടും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യാവുന്ന മാക്സിമം ചെയ്തു തരും. നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ടെൻഷനൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞേക്കുക. ഫ്രീ ആകുക, റിലാക്സ് ആകുക. എല്ലാ ദിവസവും ഇപ്പം നിങ്ങൾ വിചാരിക്കും തിങ്കളാഴ്ച നമ്മൾ ബാച്ചസ് തുടങ്ങുകയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ആ ശനിയാഴ്ച വരെ എല്ലാം പുത്തൻ ബാച്ചസ് ഉണ്ട്. ആദ്യമുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും, അയ്യോ ഇത്രയും കൊണ്ട് പഠിച്ച് എന്ത് സുഖം, ഈസി, ഇത് നേരത്തെ പഠിക്കാമായിരുന്നു. നേരത്തെ പഠിക്കേണ്ടത് വേറെ, ഇതിന് പഠിക്കേണ്ടത് വളരെ ഡബിൾ പാസ് മാർക്കൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് കുട്ടിക്കും കരസ്ഥമാക്കാം. അത് സയൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏതും ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. അന്നേരം മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവ് കിട്ടിയാൽ നിങ്ങൾ ലൈക്ക് ഇടുക, കമൻറ്റ് ഇടുക. ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വരും. സ്റ്റഡി ടൈം ടേബിളും ഒക്കെ വരും. അന്നേരം നമുക്ക് കൃത്യമായിട്ട് സ്റ്റഡി ടൈം ടേബിൾ, സ്റ്റഡി ചലഞ്ച് ഒക്കെ വെച്ചാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുള്ളവർക്കെല്ലാം ചേരാം. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സാപ്പ് നമ്പറും +2 സേ സബ്ജക്ട്സ് വൃത്തിയായിട്ട് കൊടുക്കുക. അത് ഏത് സ്ട്രീമായാലും ഉറപ്പായിട്ടും വിജയിപ്പിച്ചിട്ടേ മാഷും കളം പെടത്തുള്ളൂ കേട്ടോ. നെവർ എവർ ഗീവ് അപ്പ്.